എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തൊരു രാജാവുണ്ടായിരുന്നു. അപ്പോൾ ആ രാജാവിന് എല്ലാമുണ്ട്, സൈന്യമുണ്ട്, പണമുണ്ട്, സമ്പത്തുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് സന്തോഷം മാത്രമില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ദിവസം വിഷമിച്ച് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നിൽക്കുമ്പോൾ അവിടെ ഒരാൾ പാട്ട് പാടും. നോക്കിയപ്പോൾ അവിടുത്തെ ഒരു തൂപ്പുകാരൻ അവിടെ നിലമൊക്കെ തുടച്ച് പാട്ടൊക്കെ പാടി ഭയങ്കര സന്തോഷമായിട്ട് ജോലി ചെയ്യും. ഇത് കണ്ടപ്പോൾ രാജാവിന് ഭയങ്കര ദേഷ്യം വന്നു. രാജാവായി ഞാൻ വിഷമിച്ചിരിക്കുന്നു, ഇയാൾ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു, ഇത് എങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ തന്നെ മന്ത്രിയെ വിളിച്ചു. അപ്പോൾ മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെന്താണ് കാര്യം? അപ്പോൾ മന്ത്രി നോക്കിയിട്ട് പറഞ്ഞു, അയാൾ 99 ക്ലബിലെ മെമ്പറായിട്ടില്ല എന്ന് പറഞ്ഞു. രാജാവ് ചോദിച്ചു, ഇന്ത്യ 99 ക്ലബ്ബ് കാണിച്ചു തരാം, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. രാജാവ് ഒരു 99 സ്വർണ്ണ നാണയങ്ങൾ ഒരു സഞ്ചിക്കകത്താക്കിയിട്ട് ഇയാളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിക്ഷേപിക്കണം, എന്നിട്ട് പോകണം. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ താങ്കളുടെ മനസ്സിലാവും എന്താണ് ഈ 99 ക്ലബ്ബ് എന്നുള്ളത്. അപ്പോൾ രാജാവ് ഇതുപോലെ ചെയ്തു. അപ്പോൾ ഇയാൾ അടുത്ത ദിവസം വീടിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ ഒരു സഞ്ചി തുറന്നു നോക്കിയപ്പോൾ മുറയെ സ്വർണ്ണമാണ്. ഇയാൾക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. കുറേ നേരം അകത്ത് വന്നിരുന്ന അയാൾ ഇങ്ങനെ അത് നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം ഒരു നോർമൽ ഇതിലേക്ക് വന്നപ്പോൾ അയാൾ അത് പുറത്തിട്ടിട്ട് അത് എണ്ണാൻ തുടങ്ങി. എണ്ണി 10, 20, 30, 40, 50, 60, 70, 80, 90, 91, 92, 93, 97, 98, 99. അയാൾ വീണ്ടും എണ്ണി. അപ്പോൾ അയാൾക്ക് മനസ്സിലായി 99 സ്വർണ്ണ നാണയങ്ങളുണ്ടെന്ന്. അയാൾക്ക് എങ്ങനെയെങ്കിലും അത് 100 ആക്കണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ അയാളത് 100 ആക്കാനായിട്ടുള്ള എന്ത് ചെയ്യാമെന്നുള്ളത് വിചാരിച്ച് അയാളുടെ ഉള്ള പൈസയെല്ലാം വിറ്റ്, അയാൾക്കുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വിറ്റു. എന്നിട്ട് ആ ഒരു സ്വർണ്ണ നാണയം വാങ്ങാനുള്ള പൈസ അദ്ദേഹത്തിന് കിട്ടിയില്ല. അങ്ങനെ എല്ലാ ദിവസവും ഇതിനെക്കുറിച്ചായി ചിന്ത. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് രാജാവ് വീണ്ടും മട്ടുപ്പാവിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ ഇയാൾ ഇതിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ വെള്ളം തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മന്ത്രി രാജാവിനോട് പറഞ്ഞു, ഇയാളിപ്പോൾ 99 ക്ലബിലെ മെമ്പറായി. അപ്പം എന്താണ് 99 ക്ലബ്ബ്? നമുക്കുള്ള 99 അനുഗ്രഹങ്ങൾ തിരിച്ചറിയാതെ ഇല്ലാത്ത ഒന്നിനെ കുറിച്ച് വിഷമിച്ചിരിക്കുന്ന, പരാതിപ്പെടുന്ന ആളുകളുടെ ക്ലബ്ബാണ് 99 ക്ലബ്ബ്. അപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചെങ്കിലും നമ്മൾ വിഷമിക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക, നമ്മളെക്കാൾ ആരോഗ്യം പ്രശ്നമുള്ള, സാമ്പത്തിക പ്രശ്നമുള്ള, സാമൂഹിക പ്രശ്നമുള്ള, ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകൾ എത്രയുണ്ട്.